ഹലോ നമസ്കാരം. ഞാൻ സുരേഷ് വെഞ്ഞാറമൂട് മാണിക്കൽ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യുന്ന ഒരമ്മ സ്വന്തമായിട്ട് എഴുതി പാടിയ പാട്ട് നമുക്ക് കേൾക്കാം. നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ പഞ്ചായത്ത്, അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ, അവരെല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. ജനങ്ങൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ കുറച്ച് പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം 100-ൽ 95% ആൾക്കാരും ഇതിനകത്ത് ഭാഗവത്താവുന്നുണ്ട്. അവർ യൂസർ ഫീസ് തരുന്നുണ്ട്, പ്ലാസ്റ്റിക്കും കളക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ പഞ്ചായത്തിനെ പാടിപ്പൊളിച്ച് നടന്ന ഒരാളാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ പഞ്ചായത്ത്. അതിൽ ഞാൻ ഒരു 3-4 വരി പുഴയൊഴുകും മാണിക്കൽ അതിനോട് അനുബന്ധിച്ച് ഞാൻ ചിലതൊക്കെ എഴുതും. തെറ്റും ശരിയെന്ന് എനിക്കറിയില്ല. എനിക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഒരു 4ാം ക്ലാസ് വിദ്യാഭ്യാസം എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ നടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിലുദിച്ച കുറച്ച് വരികളാണ് ഞാൻ ഇടിച്ചെല്ലാം പറയുന്നത്. തോന എഴുതിയിട്ടുണ്ട്, 3-4 എഴുതിയിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. പുഴയൊഴുകും മാണിക്കേലിൽ ഒരു സേന വരവായി, പുഴയൊഴുകും മാണിക്കേലിൽ ഒരു സേന വരവായി, മാലിന്യം നീക്കാനായി ഒരു സേന വരവായി. പുഴയൊഴുകും മാണിക്കേലിൽ ഒരു സമിതിയുമുണ്ട്, ആ സമിതിയിൽ മുഖ്യവരായി കുതിരകുളം ജയൻ, തൈക്കാട് സുരേഷും, പിന്നെ ശാന്തിഗിരി സഹീറത്തും ലേഖാകുമാരിയും. പുഴയൊഴുകും മാണിക്കേലിൽ ഒരു സേന വരവായി, മാലിന്യം നീക്കാനായി ഒരു സേന വരവായി. പുഴയൊഴുകും മാണിക്കേലിൽ ഉദ്യോഗസ്ഥരുമുണ്ട്, അവർ നയിക്കും സേനയിൽ ആമാസും കുടുംബശ്രീകൾക്കുമുണ്ട്. പുഴയൊഴുകും മാണിക്കേലിൽ ഒരു സേന വരവായി, പുഴയൊഴുകും മാണിക്കേലിൽ ഒരു സേന വരവായി, മാലിന്യം നീക്കാനായി ഒരു സേന വരവായി. നാലിനിയൊരു കാര്യം ചൊല്ലാം, സംഗതി അല്പം സീരിയസാണ്. ഒരു ചെവിയാലത് കേട്ടിട്ടുടനെ മറുചെവിയാലത് കളയരുതാരും. ശാസ്ത്രം കൊണ്ടുണ്ടായൊരു നേട്ടം ദോഷമതായി വന്നു ഭവിച്ചു. നോക്കടോ നമ്മുടെ മാർഗേ കിടക്കുന്ന ദുർഘടമായുള്ള പ്ലാസ്റ്റിക് മാലിന്യം. ഈ നാട്ടിലും വീട്ടിലും റോട്ടിലും തോട്ടിലും കെട്ടിക്കിടക്കുന്നു പ്ലാസ്റ്റിക് കൂമ്പാരം. ദുർഗന്ധമെങ്ങും പരത്തുന്നു, ജീവിതം ദുസ്സഹമാകുന്ന രോഗം പരത്തുന്നു. ഹരിത മനോഹരമാകുമീ നാടിനെ ആകെ മുടിക്കുമീ പ്ലാസ്റ്റിക് നിശ്ചയം. പണ്ടൊരു സായിപ്പ് കണ്ടുപിടിച്ചിട്ട് ഭൂമിയിലാകെ പരന്നൊരു ഈ മാരണം വിലയ്ക്കു വിൽക്കുന്നു, പല പല രൂപത്തിൽ ഭാവത്തിലെങ്ങും ലഭിക്കുന്നു. ഒന്നുപയോഗിച്ചു വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികൾ, കപ്പുകൾ, കവറുകൾ കാലം എത്ര കഴിഞ്ഞാലും നശിക്കാത്ത മാലിന്യമായി ഇവ മണ്ണിൽ കിടക്കുന്നു. കത്തിക്കാനാവില്ല തുപ്പും വിഷപ്പുക, മണ്ണിൽ കുഴിച്ചിട്ടാൽ അതിലേറെ ദോഷമാം. സർക്കാരും പിന്നെ ശുചിത്വ മിഷനും ഒത്തുചേർന്നങ്ങൊരു പദ്ധതിയുണ്ടാക്കി. ഈ നാടിനെ കൊല്ലുന്ന വലിയ വിപത്തിനെ ഒന്നായി എതിർത്തു തോൽപ്പിക്കുവാനുള്ളൊരു മാർഗവും അങ്ങവർ കണ്ടെത്തി. എത്രയും ഭാവനാശീലരായുള്ള ഭരണാധിപർ പുനർചംക്രമണം ചെയ്യണമെന്നീ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്നു നനച്ചു. അതിനായി ചെറിയൊരു പടയുണ്ടാക്കി. ഹരിതസേന എന്നവരുടെ നാമം. വീടുകൾ തോറും ചെന്നുടനവരി പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വാങ്ങി വരുന്നു. ചെറിയൊരു ഫീസാണ് 50 രൂപ. അത് നൽകിയിടാൻ വിമുഖതയരുതേ. നാടിനു വേണ്ടി നാളേക്കായി നൽകിയിടാമത് നമ്മുടെ പങ്കായി. പ്ലാസ്റ്റിക് എല്ലാം പലതരമാക്കി വെയിൽ ചെയ്തും പൊടിച്ചെടുത്തും പുനരുപയോഗം ചെയ്യാനുണ്ട് രീതിയിലവയെ മാറ്റിയെടുക്കും. MCFും RRFും അതിനായുള്ളൊരു പദ്ധതി എത്രേ. പുനർചംക്രമണം ചെയ്യണമെന്നീ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്നു നനച്ചു. അതിനായി ചെറിയൊരു പടയുണ്ടാക്കി.
ഹരിതസേന എന്നവരുടെ നാമം